Welcome to Green Life Channel. ഈ ചാനൽ നിങ്ങൾക്ക് നൽകുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. Hi students, welcome to Green Life. Please subscribe my channel Green Life and also click the bell button for new notification. Okay? പുതിയ കാര്യങ്ങൾ അറിയാൻ ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിന്ന് നെർവസ് സിസ്റ്റം അഥവാ നാഡീവ്യവസ്ഥയുടെ മെയിനായ തലച്ചോറിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. എന്താണ് തലച്ചോറ്? നാഡീവ്യവസ്ഥ അഥവാ നെർവസ് സിസ്റ്റം രണ്ടായിട്ട് തരംതിരിച്ചു. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതാ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് ബ്രെയിനും സ്പൈനൽ കോഡും. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം, സ്പൈനൽ കോഡ് സുഷുമ്നയാണ്. ബ്രെയിൻ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാഡീവ്യവസ്ഥയുടെ ഏറ്റവും തലതൊട്ടപ്പൻ എന്ന് പറയാം, ഏറ്റവും വലിയ ആൾ ബ്രെയിനാണ് അഥവാ മസ്തിഷ്കമാണ്. എവിടെ സ്റ്റിമുലൈ ഉദ്ദീപനം ഉണ്ടായിക്കഴിഞ്ഞാലും തലച്ചോറിലേക്കാണ് സന്ദേശങ്ങൾ എത്തുന്നത്. ദാറ്റ് മീൻസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ബ്രെയിൻ ത്രൂ വേരിയസ് ന്യൂറോൺസ്. നമ്മൾ പഠിച്ചതാണ് ന്യൂറോണിനെ കുറിച്ച്. ന്യൂറോണുകൾ, റിസപ്റ്റേഴ്സിലുള്ള ന്യൂറോണുകൾ തലച്ചോറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ബ്രെയിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു നോക്കാം. തലച്ചോറിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു പുറം ഭാഗമുണ്ട്, അതാണ് സ്കള്ള്, തലയോട്ടി എന്ന് പറയാം. വളരെയധികം ഉറപ്പുള്ള ഒരു അസ്ഥിയാണ്, ബോണാണ് സ്കള്ള്. സ്കള്ളിൻ്റെ ഉള്ളിലായിട്ട്, തലയോട്ടിക്കുള്ളിലായിട്ട് 3 പാളികളുള്ള മെനിഞ്ചസ്, 3 layers ഓഫ് മെനിഞ്ചസ് ആർ ദർ. മെനിഞ്ചസിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ 3 പാളികളായിട്ട് കാണപ്പെടുന്നു. ആ മെനിഞ്ചസിന്, ലേയേഴ്സിന് തലച്ചോറിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു ബാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് മെനിഞ്ചസ് ഈസ് ടു പ്രൊട്ടക്റ്റ് ബ്രെയിൻ ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്സ്. അപ്പോൾ എക്സ്റ്റേണലായിട്ട് പുറത്ത് നിന്ന് വരുന്ന, അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ തലച്ചോറിൽ ഒരു പരിധി വരെ ഒന്നും പറ്റുന്നില്ല, എന്നാലും അത്രയും വലിയ ഇടിക്കുന്ന സമയത്താണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറയുന്നത്. കാരണം മെനിഞ്ചസും കവർ ചെയ്ത്, സ്കള്ളും പൊട്ടി മെനിഞ്ചസും കവർ ചെയ്തിട്ടാണ് ബ്രെയിനെ ബാധിക്കുന്നത്. ബ്രെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ, തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ശരീരം ഒരു പക്ഷേ പല രീതിയിൽ നിശ്ചലമാവാനുള്ള സാധ്യതയുണ്ട്. So the brain is protected inside the skull. It is covered by meninges, a 3-layered membrane. The cerebrospinal fluid is filled within the inner membrane of the meninges and the ventricles of the brain. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണാൻ പറ്റും. ഇതിൽ brain is protected inside the skull. It is covered by the meninges. 3-layered membrane എന്ന് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു അതിനുള്ളിൽ the cerebrospinal fluid is filled within the inner membrane of the meninges and the ventricles of the brain. നമ്മുടെ ventricles of the brainൽ അതേപോലെ തന്നെ മെനിഞ്ചസിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഒരു ഫ്ലൂയിഡാണ്, ഒരു ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ആ പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. കാരണം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് സെറിബ്രത്തിലും അതേപോലെ തന്നെ സ്പൈനൽ കോഡിലും ഒരേ സമയം കാണുന്ന ഫ്ലൂയിഡ് ആയതുകൊണ്ടാണ് രണ്ടിൻ്റെയും പേരിൻ്റെ തുടക്കമെടുത്ത് ഇതിനിട്ടു സെറിബ്രത്തിൽ, സ്പൈനൽ കോഡിൽ. അപ്പോൾ ഇതിൽ സുഷുമ്നയിലും സെറിബ്രത്തിലും ഒരുമിച്ച് കാണുന്ന CSF എന്ന ഷോർട്ട് നെയിമിൽ വിളിക്കുന്ന cerebrospinal fluid. The cerebrospinal fluid form the blood is reabsorbed into the blood. എവിടെ നിന്നാണ് ഇതുണ്ടാവുന്നത്? ബ്ലഡിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്ന് ഉണ്ടാവുന്നതോടൊപ്പം
ബ്ലഡിലേക്ക് റീ അബ്സോർപ്ഷനും നടക്കുന്നുണ്ട്, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും എടുക്കുന്നുണ്ട്. അതിനർത്ഥം ബ്ലഡിലുള്ള ന്യൂട്രിയൻസ്, അതേപോലെ തന്നെ ഓക്സിജൻ, ഇവയൊക്കെ നമ്മുടെ തലച്ചോറിന്, ബ്രെയിനിന് കൊണ്ടു കൊടുക്കുന്ന ആളാണ് ആര്? CSF എന്ന് പറയുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ദാറ്റ് മീൻസ് the functions of the cerebrospinal fluid are to provide nutrients and oxygen to tissue of the brain, and also regulate the pressure inside the brain and to protect the brain from injuries. അപ്പോൾ നമ്മളെ ബ്രെയിനിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അതിനെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഉള്ളിലുള്ള പ്രഷർ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു കാര്യം ഇതും ആര് തന്നെ നിർവഹിക്കും? CSF ചെയ്യുന്നുണ്ട്. 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുക. ഒന്ന് ഇവിടെ പ്രഷറും അതേപോലെ പ്രൊട്ടക്ഷനും. പിന്നെ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് പ്രൊവൈഡ് ന്യൂട്രിയൻസ്, ഓക്സിജൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പ്രൊട്ടക്ഷൻ ഓഫ് ദ ബ്രെയിൻ, നറിഷ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ, ഈ 2 കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറലി, അതായത് ഘടനാപരമായ സവിശേഷതകളാണ്, സ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ഓൾ ലൈഫ് ആക്ടിവിറ്റീസ് എന്ന് നേരത്തെ ഫ്രം ദ ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? മെയിനായിട്ടും ബ്രെയിനിൻ്റെ പാർട്സുകൾ കുറിച്ച് കാണിക്കുന്നുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇത്രയും മാത്രമേ നമുക്ക് തലച്ചോറിൻ്റെ ഘടനയിൽ പറയാനുള്ളൂ. അപ്പോൾ ബ്രെയിൻ അഥവാ മസ്തിഷ്കത്തിൻ്റെ ഘടന വരയ്ക്കാൻ ഈ ഒരു ചിത്രം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലേക്ക് പതിപ്പിച്ച് വെക്കുക, എന്നിട്ട് വരച്ച് പഠിക്കുക. പരീക്ഷകൾക്ക് പല സമയത്ത് ചോദിച്ചൊരു വരയ്ക്കാൻ പറഞ്ഞ ഒരു അവയവമാണ് തലച്ചോറ്. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ചെയ്ത് പഠിക്കാം. ഇതിന് 4 മാർക്ക് കിട്ടുന്നതിൽ മെയിനായിട്ട് ഇത് അടയാളപ്പെടുത്തുന്ന റീജിയനാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. വരച്ചാൽ 1 മാർക്കേ കിട്ടൂ, അടയാളപ്പെടുത്തുന്നതിനാണ് ബാക്കി 3 മാർക്ക്. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഘടനകൾ പഠിക്കാനായിട്ട് ഫസ്റ്റ് സെറിബ്രത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് സെറിബ്രം? ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം. ദെൻ ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ എന്ന് പറഞ്ഞാൽ ചുളിവുകൾ, മടക്കുകളൊക്കെ കാണുന്നുണ്ട്. നോക്കൂ, ഇതാ സെറിബ്രത്തിൽ ഇഷ്ടംപോലെ ചുളിവുകൾ, മടക്കുകളൊക്കെ കാണുന്നുണ്ട്. ദ ഗ്രേ കളർ ഔട്ടർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഈസ് കോൾഡ് കോർട്ടെക്സ്. പുറമേ കാണുന്ന ഗ്രേ കളറിൽ കാണുന്ന ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ദ വൈറ്റ് കളർ ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല്ല. അപ്പോൾ മെഡുല്ലയെ നമുക്കിതിൽ ക്ലിയറായിട്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പുറമേയുള്ള ഗ്രേ കളർ കോർട്ടെക്സും ഉള്ളിൽ മെഡുല്ലയുണ്ട്. സെൻറ്റർ ഓഫ് തോട്ട്, ചിന്തയുടെ കേന്ദ്രം, ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി, മെമ്മറി, നമ്മുടെ കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള പവർ ആൻഡ് ഇമാജിനേഷൻ, നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ച് റെഡിയാക്കി, അതായത് നമ്മുടെ ഒരു അനുമാനത്തിൽ, നമ്മളുടെ ഒരു മനോമുകുരത്തിൽ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ്, ഇമാജിനേഷൻ പവർ. ദെൻ ഇവോക്സ് സെൻസേഷൻ, എല്ലാറ്റിൻ്റെയും സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാനുഭവങ്ങൾ, അതായത് ഞാൻ കണ്ടു, കേട്ടു എന്നൊക്കെയുള്ള സംഭവങ്ങളുടെ കേന്ദ്രമായിട്ട് സെൻസേഷൻ തരുന്ന ആളാണ് ആര്? നമ്മുടെ സെറിബ്രം. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചലിപ്പിക്കുന്ന കൈ, കാല്, ഇതൊക്കെ ചലിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചലിക്കുന്നു. JCBക്ക് അങ്ങനെ നടക്കില്ല, നമ്മൾ ഗിയറിൽ ഇങ്ങനെ മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വോളണ്ടറി മൂവ്മെൻറ്റ്സിന് കൺട്രോൾ ചെയ്യാനും ആർക്ക് സാധിക്കുന്നുണ്ട്? സെറിബ്രത്തിനാണ് അതിൻ്റെ കൺട്രോളിങ് ഒക്കെ ഉള്ളത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് പിന്നിൽ എന്ന് പറയും, താഴെ എന്നല്ല പിന്നിൽ, ജസ്റ്റ് ബിഹൈൻഡ് ദ സെറിബ്രം the part is known as cerebellum. Yes, we can see the cerebellum, the second largest part of the brain, seen behind the cerebrum as 2 flaps. Then fissures and grooves are present. Cerebrത്തിലെ പോലെ തന്നെ fissures ഉണ്ട്. Coordinates muscular activities and maintain equilibrium of the body. നമ്മുടെ ശരീരത്തിൻ്റെ തുലനനില പാലനം എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച ആൾക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് ഇവിടെയാണ്. കള്ളിൻ്റെ ഈ
ഇതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബെല്ലത്തിൽ പോയിട്ടാണ് ആ കള്ള് എഫക്റ്റ് ചെയ്യുന്നത്. ആയതിനാൽ മര്യാദയ്ക്ക് നടക്കാനോ നിൽക്കാനോ കഴിയില്ല. അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്ന ആൾ. അതോടൊപ്പം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. ഫോൾസും ഫിഷേഴ്സും ഒക്കെ കാണുന്നുണ്ട്. ബിഹൈൻഡ് ദ സെറിബ്രമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെറിബെല്ലത്തെക്കുറിച്ച് പറയുന്ന പോയിൻറ്റ്സുകൾ. നോട്ട് ചെയ്ത് വെക്കണം. ദെൻ മെഡുല ഒബ്ലോങ്കറ്റ. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ, തലച്ചോറിൻ്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിക്കുന്നത്? അത് ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. മെഡുല ഒബ്ലോങ്കറ്റ. മെഡുല ഒബ്ലോങ്കറ്റ എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്ഡ് മെഡുല ഒബ്ലോങ്കറ്റ ഈസ് ഇൻ ബിലോ ദ സെറിബ്രം. യെസ്, സെറിബ്രത്തിൻ്റെ താഴെയായിട്ടാണ് മെഡുല ഒബ്ലോങ്കറ്റ കാണുന്നത്. ദ റോഡ് ഷേപ്ഡ് ആണ്. ഷേപ്പ് റോഡ് ഷേപ്ഡ്. നമ്മുടെ എന്താ പറയുക, ഒരു സിലിണ്ട്രിക്കലായിട്ട് അങ്ങനെ റോഡായിട്ട് കിടക്കുന്ന നമ്മുടെ പെന്നിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ചോക്ക്, അതങ്ങനെയുള്ള ഒരു വസ്തുവിൻ്റെ പോലെയുള്ള ഷേപ്പാണ് റോഡ് ഷേപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മെഡുല ഒബ്ലോങ്കറ്റ് കാണുന്ന ബിലോ ദ സെറിബ്രം, സെറിബ്രത്തിന് താഴെ. നേരത്തെ ബിഹൈൻഡ് ദ സെറിബ്രം ആയിരുന്നു സെറിബെല്ലം. മെഡുല ഒബ്ലോങ്കറ്റ് ബിലോ ദ സെറിബ്രമാണ്. ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം, സെറിബെല്ലത്തിന് നിയറായിട്ട്, അടുത്തായിട്ടാണ് കാണുന്നത്. മൂപ്പരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മെഡുല ഒബ്ലോങ്കറ്റൊക്കെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. മെഡുല ഒബ്ലോങ്കറ്റൊക്കെ ഒരു അടി കിട്ടിയാൽ പെട്ടെന്ന് വടിയാവും എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യം ഇതാണ്. അതായത് നമ്മുടെ ഒരു നിമിഷം പോലും കോംപ്രമൈസ് ഇല്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതേപോലെ ബ്രീത്തിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കറ്റയാണ്. അതുകൊണ്ട് ഒരു സമയത്തെ ഒരു ചെറിയ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ വടിയാവും, ആൾ മരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഭാഗമുണ്ട് പഠിക്കാനായിട്ട്. തലാമസ് എന്ന് പറയുന്ന വലിയൊരു ഭാഗമുണ്ട്. വലുതല്ല, ചെറുതാണ്. തലാമസ് സെറിബ്രത്തിന് തൊട്ട് താഴെ, സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം, ജസ്റ്റ് ബിലോ ദ സെറിബ്രം എന്ന് പറയാം. തലാമസ് കാണുന്നത് നമ്മുടെ സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട്. ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുനഃപ്രസരണ കേന്ദ്രം. പുനഃപ്രസരണ കേന്ദ്രമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് തലാമസ് എന്ന് പറഞ്ഞാൽ. സെറിബ്രത്തിൽ നിന്നുള്ള ഇമ്പൾസുകൾ, ആവേഗങ്ങൾ, സന്ദേശങ്ങളെ എടുത്തിട്ട് തലാമസ് നേരെ ആർക്ക് കൊടുക്കും? ഹൈപ്പോ തലാമസിന് കൊടുക്കും. ആ ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ഡ്യൂട്ടി അവിടുന്ന് എടുത്ത് ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. റിലേ സ്റ്റേഷൻ എന്നുള്ള പേര് വരാനുള്ള കാരണം തലാമസ് ആണ് അതിൻ്റെ ആൾ. ദെൻ ഫങ്ഷനിൽ പറയുന്ന മറ്റൊരു കാര്യം, അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻസ് വൺസ് ടു ദ സെറിബ്രം. മൊത്തത്തിൽ അനലൈസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ സെറിബ്രത്തിന് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുന്ന ആളും കൂടിയാണ് ആര്? തലാമസ് എന്ന് പറയുന്നത്. തലാമസിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു ഭാഗമാണ് ഹൈപ്പോ തലാമസ്. യെസ്, ബിലോ ദ thalamus, situated just below the thalamus, plays a major role in maintenance of the homeostasis. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യത്തിന്, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രതികരണം വേണം. ഞാനൊരു പാമ്പിനെ കണ്ടു, ഉടൻ തന്നെ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യണം? അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം, രക്ഷപ്പെടണം. അതിന് സഹായിക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയൊരു വ്യവസ്ഥയുണ്ട്, വലിയൊരു സിസ്റ്റമുണ്ട്. അതിൻ്റെ പേര് എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ്. അത് നമുക്ക് 3-ാമത്തെ അധ്യായത്തിൽ പഠിക്കാനുണ്ട്. ആ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഹൈപ്പോതലാമസ്. ദാറ്റ് ഈസ് ഹോമോസ്റ്റാസിസ് മെയിൻ്റനൻസ്, ഇൻറ്റേർണൽ ബോഡി ഇക്വിലിബ്രിയം എന്നൊക്കെ പറയാം. അതായത് നമ്മളെ ബോഡിക്കകത്തുള്ള കാര്യങ്ങളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് നിയന്ത്രിച്ച് ഒരു സാഹചര്യത്തെ നേരിടാൻ സഹായിക്കുക. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കില്ല, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ബോഡിയിൽ ഹാർട്ട് ബീറ്റ് കൂട്ടണം, ബ്രീത്തിങ് പിന്നെ കൂടേണ്ടതുണ്ട്, ഓക്സിജൻ ഉള്ളിലേക്ക് കൂടുതൽ കിട്ടണം, എനർജി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ആളാണ്, ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളാണ് ആര്? ഹൈപ്പോതലാമസ്. അതാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ രാജാവ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് മലയാളത്തിൽ പറയുക. ഇത്രയും ഭാഗങ്ങൾ, 5 ഭാഗമാണ് നമ്മൾ പഠിച്ചത്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. അപ്പോൾ തലച്ചോറിൻ്റെ ഈ ഭാഗങ്ങൾ വളരെ ഉഷാറായിട്ട് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് ഇതേപോലെ തന്നെ കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ 2ാമത്തെ ഭാഗമായിട്ടുള്ള സുഷുമ്ന അഥവാ
സ്പൈനൽ കോഡിനെ കുറിച്ച് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഒന്ന് പഠിക്കാം. ഇപ്പോൾ ഏതായാലും ഇത്രയും മതി. തലച്ചോറിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സും കിട്ടണം എന്നാഗ്രഹമുള്ള ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി അതേപോലെ ഉപകാരപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് ചോദിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.